രാജ്യത്ത് വീണ്ടും ഗാർഹിക പാചകവാതക വില കൂട്ടി കേന്ദ്രം. 29 രൂപയാണ് ഒറ്റയടിക്ക് കൂട്ടിയത്. ഇതോടെ ഡൽഹിയിൽ ഗാർഹിക എൽപിജിയുടെ വില 942 രൂപയായി. കോഴിക്കോട് ഗാർഹിക എൽപിജി സിലിണ്ടറിന് 950.50 രൂപയാണ്. പുതിയ നിരക്കുപ്രകാരം ഡൽഹിയിൽ 14.2 കിലോയുള്ള ഗ്യാസ് സിലിണ്ടറിന് 913 രൂപയിൽ നിന്ന് 942 രൂപയായി വർദ്ധിച്ചു. 3 മാസത്തിനിടെ രണ്ടാം തവണയാണ് പാചകവാതക വില വർദ്ധിപ്പിക്കുന്നത്. കഴിഞ്ഞ മാർച്ച് മാസം 7-ന് 60 രൂപ കൂട്ടിയിരുന്നു. ജൂണിൽ വാണിജ്യ ആവശ്യത്തിനുള്ള എൽപിജി വിലയിൽ 42 രൂപയുടെ വർധന വരുത്തിയിരുന്നു. ഗാർഹിക പാചകവാതക വില വർധനയിൽ കടുത്ത പ്രതിസന്ധിയാണ് രാജ്യം നേരിടുന്നത്. വാണിജ്യ സിലിണ്ടറിന്റെ വില ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചതിന് പിന്നാലെയാണ് ഗാർഹിക എൽപിജിയുടെ വിലയിലും വർധനയുണ്ടായത്. ഗാർഹിക സിലിണ്ടറിന്റെ വില വർധനയിൽ ആശങ്ക പ്രകടിപ്പിക്കുകയാണ് ഉപഭോക്താക്കൾ. വില വർധന പ്രതിസന്ധിയിലാക്കിയെന്നാണ് ഉപഭോക്താക്കൾ പറയുന്നത്. 3 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. വില വർദ്ധിക്കുന്ന വാർത്തകൾ മാത്രമാണ് വരുന്നത്. വില കുറച്ചു എന്നൊരു വാർത്ത ഇതുവരെയും കണ്ടിട്ടില്ല. വിലക്കയറ്റത്തെ എങ്ങനെ നേരിടാനാണ്? നിത്യോപയോഗ വസ്തുക്കളുടെ വില ദിനംപ്രതി കൂടുന്ന വാർത്തയാണ്. ഒരു എൽപിജി സിലിണ്ടർ ഏകദേശം 30 ദിവസം മാത്രമാണ് ഉപയോഗിക്കാനാകുക. സ്കൂൾ തുറന്ന സമയത്ത് വില വർദ്ധിപ്പിച്ചത് ഇരുട്ടടിയായി. ഈ സമയത്ത് 30 ദിവസം പോലും ഒരു സിലിണ്ടർ നിൽക്കാൻ സാധ്യതയില്ല എന്ന് തിരുവനന്തപുരം ജഗതി സ്വദേശിയായ ബിന്ദു എന്ന വീട്ടമ്മ പറഞ്ഞു. പാചകവാതക വിലക്കയറ്റത്തിനൊപ്പം രാജ്യം നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണിയാണ് വരും ദിവസങ്ങളിൽ ഉണ്ടായേക്കാവുന്ന പാചകവാതക ക്ഷാമം. അന്താരാഷ്ട്ര വിപണിയിലെ വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങളും ആഭ്യന്തര വിപണിയിലെ കടുത്ത നിയന്ത്രണങ്ങളും കാരണം വരും മാസങ്ങളിൽ LA.P.G സിലിണ്ടറുകളുടെ ലഭ്യതയിൽ കടുത്ത കുറവുണ്ടാകുമെന്നാണ് സൂചന. ആവശ്യത്തിന് സിലിണ്ടറുകൾ യഥാസമയം വിതരണം ചെയ്യാൻ കഴിയാതെ വന്നാൽ അത് ഹോട്ടലുകളുടെ പ്രവർത്തനത്തെ മാത്രമല്ല വരും ദിവസങ്ങളിൽ ഗാർഹിക മേഖലയെയും ബാധിച്ചേക്കാം. ചൂഷണം ഇത്രമാത്രമായി ഒതുങ്ങുന്നില്ല എന്നതാണ് സാധാരണക്കാരെ ഏറെ ദുരിതത്തിലാക്കുന്നത്. വിപണിയിൽ പെട്രോള്, ഡീസല് തുടങ്ങിയ ഇന്ധനവില ഇതിനകം തന്നെ ഉയർന്ന നിരക്കിലാണ് തുടരുന്നത്. ഇന്ധനവില കൂടിയതോടെ ചരക്കുകൂലി വർദ്ധിക്കുകയും പച്ചക്കറി ഉൾപ്പെടെയുള്ള നിത്യോപയോഗ സാധനങ്ങളുടെ വില പൊതുവിപണിയിൽ കുതിച്ചുയരുകയും ചെയ്തു. ഇതിന് തൊട്ടുപിന്നാലെയാണ് സാധാരണക്കാരന്റെ നിത്യജീവിതത്തിലെ ഏറ്റവും അത്യാവശ്യ ഘടകമായ പാലിനും വില വർദ്ധിപ്പിച്ചത്. പാല് വില കൂടിയത് ചായ, കോഫി, ബേക്കറി പലഹാരങ്ങൾ എന്നിവയുടെ ഉൽപ്പാദനച്ചെലവ് വീണ്ടും കൂട്ടി. പെട്രോളും ഡീസലും പാചകവാതകവും പാലും ഒരുപോലെ വില കയറുമ്പോൾ തകരുന്നത് സാധാരണക്കാരുടെ നടുവൊടിയുന്ന അവസ്ഥയാണ്. നിത്യവരുമാനക്കാരായ തൊഴിലാളികൾക്കും ഇടത്തരക്കാർക്കും ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. ഹോട്ടല് ഭക്ഷണം കഴിക്കുന്ന സാധാരണക്കാരായ ജീവനക്കാര്, വിദ്യാർത്ഥികള്, IT ജീവനക്കാര് എന്നിവരെയെല്ലാം ഭക്ഷണവിലയിലുണ്ടാകുന്ന മാറ്റം നേരിട്ട് ബാധിക്കും. ചായയ്ക്കും ഊണിനും ലഘുഭക്ഷണങ്ങൾക്കും വരും ദിവസങ്ങളിൽ വില കൂട്ടാൻ ഹോട്ടലുടമകൾ നിർബന്ധിതരാകും.